ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന് ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ മുഖ്യമായി ഊന്നി പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല മേഖലകളും അദ്ദേഹം പ്രവർത്തനം കേന്ദ്രീകരിച്ച പല വിഷയങ്ങളിലും അതിൽപ്പെട്ട ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ. അദ്ദേഹം പ്രാർത്ഥന കൈവടിഞ്ഞിരുന്നില്ല. ഏതു സന്ദർഭത്തിലും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. അത് വിശ്വാസികൾക്ക് ഒരു മാതൃകയാണ്. അത് വിശ്വാസികൾക്ക് അനുകരിക്കാൻ പറ്റുന്നതാണ്. വിശ്വാസികൾ അത് പിന്തുടരേണ്ടതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം വരുന്ന ഒരായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതായത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഗുഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അതിനുശേഷമാണ് ഈ ആയത്ത് അല്ലാഹ് പറയുന്നത്, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅമലു الظാലിമൂന ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസ ഫീഹിൽ അബ്സാർ. സൂറത്തു ഇബ്രാഹിമിലെ 42-ാമത്തെ വചനമാണ്.
അപ്പോൾ ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹു പറഞ്ഞ കാര്യമാണ്. ഇവിടെ നമുക്ക് ഇതിന് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്ന ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലാ തഹ്സബന്നല്ലാഹു ഗാഫില, നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹു അശ്രദ്ധനാണ് എന്ന്. എങ്ങനെ? അമ്മ യഅമലു ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും, അവർക്ക് അള്ളാഹു കുറച്ചങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ പട്ടത്തിൻ്റെ നൂല് ഇങ്ങനെ വിട്ടു കൊടുക്കുമല്ലോ, എന്നിട്ട് ഒരു വലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സമയം അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹു ഒരു സമയം ഒന്ന് പിന്തിച്ചു വച്ചിരിക്കുകയാണ്. ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, അതായത് കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. അവരെ ഭയാനകമായ ഒരു ദിവസം അവർക്ക് വരാനുണ്ട്. അങ്ങനെ ഒരു സമയം അള്ളാഹു നീട്ടിക്കൊടുത്തിരിക്കുകയാണ് എന്നാ പറഞ്ഞു. നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പ്രാർത്ഥിച്ചവരാണ്, അള്ളാഹുവേ നീ ഇതൊന്നും കാണുന്നില്ലേ, എന്തേ നീ ഇടപെടാത്തത് എന്നൊക്കെ നമ്മളൊക്കെ ഒരു വേളയെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടാവും. എന്താണ് ഇങ്ങനെ, മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ? പലസ്തീനിലെ കുഞ്ഞുങ്ങൾ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധി വേണ്ടേ, ഒരു അവസാനം വേണ്ടേ? അതിൻ്റെ ഒരു ഉത്തരമാണ് നാം ഇപ്പോൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അള്ളാഹു ഈ പറഞ്ഞ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു അശ്രദ്ധനല്ല, അള്ളാഹു അശ്രദ്ധനാണെന്ന് വിശ്വാസികളെ നിങ്ങൾ കരുതണ്ട. ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് ഇടപെടേണ്ട സമയവും സന്ദർഭവും വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇടപെടും എന്നാണ് ഇപ്പോഴത്തെ ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അവസ്ഥ, യുദ്ധ സാഹചര്യം കാണുന്നത്. എത്ര ക്രൂരമായ രീതിയിലാണ് ഇസ്രായേൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ലോകത്ത് ഈ രാജ്യം ഉണ്ടായത് മുതൽ തന്നെ ഈ തരത്തിൽ ആ ഫലസ്തീനികളോട് കാണിക്കുന്ന ക്രൂരത നമ്മൾ പലതും വിഷ്വലിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അവർ നിസ്കരിച്ച് നിൽക്കുമ്പോൾ തന്നെ വന്ന് അടിക്കുകയാണ്. ഈ മസ്ജിദുൽ അഖ്സയിലൊക്കെ കയ്യട്ടി നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് അവരെ നിസ്കാരത്തിൽ തള്ളിയിടുക, അങ്ങനെ വളരെ വലിയ തരത്തിലുള്ള പീഡനങ്ങളും ക്രൂരതകളുമാണ് അവർ ഈ ലോകത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു മറുപടി എന്നോണം ഇവരെന്ത് ചെയ്തു? ഇറാനെ പോയി തോണ്ടി. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? വളരെ ശക്തമായ രീതിയിൽ ഈ ഗസയിലെ കെട്ടിടങ്ങൾ നമ്മൾ കാണുന്നു, ഒന്നുമില്ല, വെറും കുറേ കല്ലും ഒക്കെ ആയിട്ട്, കല്ലും കൂനകളായിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇട്ടിരിക്കുകയാണ്. ഇതേപോലെ ഉള്ള ഒരു അവസ്ഥ ഈ ഇസ്രായേലികൾക്കും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. എന്താണ് അവരുടെ ആ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ നോക്കിയാൽ ഇതേപോലെ തന്നെ ഗസയിലെ ബിൽഡിങ്ങുകളും ഇവരുടെ ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയാൽ രണ്ടും വ്യത്യാസമില്ലാതെ ഉള്ള അവസ്ഥയാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇതെല്ലാം കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, അവരും എന്ത് ചെയ്തു? ഇസ്രായേലികളും നിലവിളിച്ചു ഓടാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട്. നമ്മൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ എന്തിനും ഒരു പരിധി വേണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടുണ്ട്. ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു. ഞാനിതാ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു, യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ലില്ലദീന യുഖാതിലൂന, യുദ്ധം ചെയ്യാൻ വേണ്ടി. ബിഅന്നഹും ളുലിമു, അക്രമം ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ.
അവരോട് അക്രമം ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ തിരിച്ചടിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നു. അപ്പോൾ അതുപോലുള്ള ഒരു സാഹചര്യമാണിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള, ഇന്നുവരെ അവർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടികളാണ് അവർ നേരിട്ടത്. ഇവർ വലിയ വിശ്വാസത്തിലായിരുന്നു. ഞങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. എന്തെല്ലാം വെല്ലുവിളികളാണ്. ആരെയാണ് ഇവർ വകവെക്കുന്നത്? ആരെങ്കിലും വകവെക്കുന്നുണ്ടോ ഏതെങ്കിലും രാജ്യത്തെ? എന്നാൽ ഒരു കൊച്ചു രാജ്യമാണ്. ഈ അറബികളെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞൊന്നു ശ്രമിച്ചാൽ ഓടിപ്പോകാൻ പറ്റുന്ന തരത്തിലാണ്. പക്ഷെ അറബികൾ വേറൊരു ഇതിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പരസ്പരമുള്ള ഈഗോ പ്രശ്നങ്ങളും ശത്രുതയും അങ്ങനെയുള്ള പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അല്ലേ. ഈ സൗദിയും ഖത്തറും തമ്മിൽ പ്രശ്നമായിരുന്നു. ഈ അടുത്താണ് അതൊക്കെ സോൾവ് ആക്കപ്പെട്ടത്. അതേപോലെ UAE-യും ഇറാനും തമ്മിൽ ഒരു ദ്വീപിൻ്റെ വിഷയത്തിലൊക്കെ ഒക്കെ വലിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ മേഖലയിൽ ഇറാൻ എന്ന് പറയുന്ന ശക്തിയെ ഷിയ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് ഇവിടെ സുന്നികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ രണ്ടാക്കി നിർത്തിയിരിക്കുക, എന്നിട്ട് മുതലെടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ശക്തമായ രീതിയിലുള്ള ഇടപെടലുകളാണ്. അപ്പോൾ ഇവരാരെയും വകവെക്കുന്നില്ല. ഇവർ എല്ലാം കൊണ്ടും ആയുധം ശക്തി കൊണ്ടും എല്ലാം കൊണ്ടും ഇവർ വലിയ ശക്തിയാണെന്നാണ് അവർ പറയുന്നത്. ലോകത്തിലെ സൈന്യ ശക്തിയിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ രാജ്യമാണ്, അല്ലെ മൂന്നാമത്തെയോ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയും. എന്ന് മാത്രമല്ല, എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, രാജ്യത്തേക്ക് വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ആധുനിക ടെക്നോളജികൾ, അതിനെയെല്ലാം തകർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഇറാൻ്റെ ഈ മിസൈലുകൾ വന്നടിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അള്ളാഹു അങ്ങനെ ഏതൊരു മർദ്ദകനും ഏതൊരു അക്രമിക്കും അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ലോകത്ത് ഏത് ഭരണാധികാരിയാണ് സമാധാനത്തോടു കൂടി ഈ ലോകത്ത് മരിച്ചു പോയിട്ടുള്ളത്? എല്ലാവർക്കും കൃത്യമായ രീതിയിൽ. ഇപ്പം വലിയ ഒരു അക്രമിയായിരുന്നു ഫിറഔൻ. ഈ ഇസ്രായേലിയരെ, ഇന്ന് ഈ പറയുന്ന ഈ ഇസ്രായേലിയരെ, അവരുടെ വംശത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചവനാണ് ഫിറഔൻ. ആ ഫിറഔനിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഖുർആൻ ലോകത്തിന് വരാനിരിക്കുന്ന തലമുറകൾക്ക്, വരാനിരിക്കുന്നവർക്കൊരു പാഠമായിക്കൊണ്ട് അവൻ്റെ ബോഡിയെ ഇന്നും സൂക്ഷിക്കുകയാണ്. ഫിറഔനിൻ്റെ അല്ലേ, ലോകത്തിന് ഒരു പാഠമായിക്കൊണ്ട്, ഒരു ഗുണപാഠമായിക്കൊണ്ട്, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കൊരു പാഠമായിക്കൊണ്ട് നാം അവനെ അവശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു വരിക. അപ്പോൾ സഹോദരങ്ങളെ, ഈ ലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ഐക്യരാഷ്ട്ര സഭകളുണ്ട്, ലോക കോടതികളുണ്ട്. ഇതിനെ ഒന്നും ഇവരനുസരിച്ചിട്ടേ ഇല്ല. എന്തെല്ലാം കരാറുകളിലാണ് ഇവർ ഒപ്പിട്ടിട്ടുള്ളത്? ജനീവ കരാറുകൾ, പല തരത്തിലുള്ള മനുഷ്യ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതാണ് ജനീവ കരാർ എന്ന് പറയുന്നത്. ആ കരാർ പോലും ലംഘിക്കുകയാണ്. സ്ത്രീകളെ ഉപദ്രവിക്കരുത്, സ്ത്രീകളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കരുത് എന്ന് ആ കരാറിലുള്ളതാണ്. അതേപോലെ തന്നെ മനുഷ്യർക്ക് ഭീഷണിയാകുന്ന ഈ ആണവ റിയാക്ടർ പോലുള്ള സംഭവങ്ങൾ, അതിനെ ഒന്നും ആക്രമിക്കരുതെന്ന് ജനീവ കരാറിലുള്ളതാണ്.
പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യുകയാണ്? അതിനെയൊക്കെ തകർക്കുകയാണ്. ആ രീതിയിൽ അവൻ മുന്നോട്ട് പോവുകയാണ്. എന്ന് മാത്രമല്ല, അവരുടെ ഭരണാധികാരി, ഇപ്പോഴത്തെ ഈ ഭരിക്കുന്ന ആള് എന്താണ്? അയാൾ ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുകയാണ്. അയാളുടെ തിട്ടൂരമാണ് ആ രാജ്യത്ത്. ആ രാജ്യത്തെ ജനങ്ങൾ പോലും പിന്നെ ഇയാൾക്കെതിരാണ്. യുദ്ധത്തിന് അവർ താല്പര്യമില്ലാത്തവരാണ്. എത്ര സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇയാൾക്ക് എന്താ പ്രശ്നം? ഇയാൾക്ക് അധികാരം നിലനിർത്തണം. അധികാരം നിലനിർത്തണം. പൊളിറ്റിക്സ് ആണ് ഇയാൾ ചെയ്തു കൂട്ടുന്നത്. ഇയാൾ എന്ന അധികാരം വിടുന്നു അന്ന് ജയിലിലേക്കാണ് അയാൾ പോകുക. ഇത് അയാൾക്കറിയാം. അയാളുടെ പേരിൽ ഒരുപാട് അഴിമതി കേസുകളുണ്ട്, യുദ്ധക്കുറ്റങ്ങളുണ്ട്. അപ്പൊ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഇയാൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതാണ് ഇപ്പോൾ ഇറാന്റെ മേൽ ഒരു യുദ്ധം അങ്ങ് നീണ്ടു പോകുമല്ലോ, നീട്ടി നിർത്താനുള്ള തന്ത്രമാണ് അയാൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ ഇറാനിനൊപ്പം ചേരുക എന്നുള്ളതാണ്. നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഷിയാ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. നമ്മൾ സുന്നികളും എന്ന രീതിയിലാണ്. ഇസ്ലാമിൽ നിന്നും പിഴച്ചുപോയ ഒരു വിഭാഗമാണിവർ പലതുകൊണ്ടും. എന്നാലും ഈ സാഹചര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിൽക്കണം. അതുകൊണ്ട് തന്നെ മേഖലയിലെ അറബ് രാജ്യങ്ങളൊക്കെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE ഇറാന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സൗദി അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരൊക്കെ ഇങ്ങനെ പറഞ്ഞും പറയാതെയും ഒക്കെ ഇറാന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സന്ദർഭത്തിലെല്ലാം നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. ഈ ഷിയാ സുന്നി പ്രശ്നം പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കാൻ പ്രശ്നങ്ങളുണ്ട്. അത് ഉള്ളതാണ്. വലിയ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത് പോയിട്ടുള്ളത്. ആ രീതിയിൽ ഇപ്പം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും പേര് കേട്ടാൽ ശപിക്കുന്ന ഷിയാക്കളുണ്ട്, ശപിക്കുന്ന ലഅനത്തുല്ലാഹി പറയുന്നവരുണ്ട്. അതേപോലെ പിന്നെ ഈ എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നെ തുടക്കവും ഒരു ജൂതനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, വിഭാഗീയതകൾ ഉണ്ടാക്കിയതാരാണ്? ജൂതൻ തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന ഒരു ജൂതനാണ്. അതും ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങളെ പരസ്പരം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകം, അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ രണ്ട് ചേരികളായി ഏറ്റുമുട്ടിയത്, പരസ്പരം ചേരിതിരിഞ്ഞ് പരസ്പരം അപ്പുറവും ഇപ്പുറവും മരിച്ചു വീണത് ഒക്കെ ഈ ജൂതന്റെ പണിയായിരുന്നു. ആ ജൂതന്റെ തന്ത്രമാണ് ഇന്നും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും പിന്നെ എന്ത് ചെയ്യുകയാണ്? പിന്നെ ഷിയായി വേറെ സുന്നി വേറെ എന്ന രീതിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഐക്യത്തിൻ്റെ ചട്ടക്കൂട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഷിയാ സുന്നി മാത്രമല്ല, നമുക്കിടയിൽ മദ്ഹബിൻ്റെ പേരിൽ തന്നെയും പല വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. കൈകെട്ടി നിസ്കരിക്കുന്നവരും ഉണ്ട്, കൈകെട്ടാതെ നിസ്കരിക്കുന്നവരും ഉണ്ട്. അതേപോലെ തന്നെ പല വിധത്തിലും പല രീതിയിലും ഒക്കെ
നമസ്കാരമാവട്ടെ, അങ്ങനെയുള്ള പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും നിലനിൽക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കഅബയിൽ 4 മുസല്ല ഒരേ സമയം 4 ഇമാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങൾ നമസ്കരിച്ചിരുന്നു എന്നുള്ളത്. ഓരോ ഇമാമിനെ, ഓരോ മദ്ഹബിനെ പിൻപറ്റുന്നവർ അതാത് മദ്ഹബിനെ പിൻപറ്റി നമസ്കരിച്ചിരുന്നു. കഅബയിൽ 4 മുസല്ല ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒന്നിക്കാനുള്ള ഒരു രേഖ, ഒരു മാർഗരേഖ, ഒരു ചട്ടക്കൂട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേതാണ്? അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല സ്വലാതനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫദാലികൽ മുസ്ലിമു അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലില്ലാഹ് ഫലാ തഖ്ഫുറുല്ലാഹ ഫീ ദിമ്മത്തിഹി. അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണുള്ളത്. എന്താണ് പറഞ്ഞത്? മൻ സല്ല സ്വലാതന, നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുകയും, ആര് നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുകയും, വസ്തഖ്ബല ഖിബ്ലതന, നമ്മുടെ ഖിബ്ലയേക്ക് നേരെ തിരിയുകയും, വഅകല ദബീഹതന, നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നുവോ, ഫദാലിക്കൽ മുസ്ലിം, അവൻ മുസ്ലിമാണ്. അപ്പോൾ അതിന് വേർതിരിക്കേണ്ട കാര്യമല്ല. ഷിയാക്കൾ ഹജ്ജിനൊക്കെ വരുന്നവരാണ്. അവർ അതിനൊന്നും ഒരു തടസ്സവുമില്ല. അവർ ഹജ്ജിന് വരുന്നുണ്ട്, വന്നു പോകുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്. പിന്നെ വലിയ വ്യത്യാസം നിലനിൽക്കുന്നുവെങ്കിലും ഈ അള്ളാഹുവിനെയും അല്ലെങ്കിൽ നമസ്കാരത്തെയും അതേപോലെ ഖിബിലയെയും അതേപോലെ നമ്മൾ അർത്ഥത്തിനെ ഭക്ഷിക്കുന്നവരുമൊക്കെ ആണ് എങ്കിൽ ഫദാലിക്കൽ മുസ്ലിം അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി, അവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പരിരക്ഷയുള്ളവനാണ്. അവനെ മുസ്ലിമായി കണക്കാക്കണം. അവനെ പിന്നെ കാഫിറാണ്, പിന്നെ അതേപോലെ മുനാഫിക്കാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്താൻ പറ്റുകയില്ല എന്നാ പറയുന്നത്. ഫലാ തഖ്ഫുറുല്ലാഹ ഫീ ദിമ്മത്തിഹി, അവന് നൽകിയ പരിരക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ലംഘനം കാണിക്കരുത്. പ്രവാചകന്റെ ഹദീസ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരെ അംഗീകരിക്കാം. പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധിയുടെ ഘട്ടം വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതെവിടെയും നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, സുന്നി, ഷിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം മാറി നിന്നാൽ നമ്മളെ ശത്രുക്കൾ പിടികൂടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒക്കെ, ഈ മേഖലയിലെ അറബ് രാജ്യങ്ങൾ, സൗദി, ഖത്തർ, അതേപോലെ പിന്നെ കുവൈത്ത്, ഒമാൻ, ബഹ്റൈൻ, അങ്ങനെ ഉള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഞങ്ങളുടെ രാജ്യം ഇറാനെതിരെ ഉപയോഗിക്കാൻ പാടില്ല, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കാൻ പാടില്ല. അതുകൊണ്ട് അയാൾ വലിയ വിഷമത്തിലാണ്. ആരാണ്? ഈ ലോക പോലീസ് എന്ന് പറയുന്ന ആൾ. അയാൾ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്, പിന്നെ ഹമാസിന്, പിന്നെ പലസ്തീനെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പലസ്തീൻ വിൽക്കാൻ പോയതാണ് ഒരു സമയത്ത്. പിന്നെ വിൽപ്പന, ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പോകും. അതാണോ ഒരു ഭരണാധികാരി? ഇങ്ങനെയാണോ ഒരു ഭരണാധികാരി? അപ്പൊ ഇവരിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതെന്തെല്ലാം ലോകത്ത് നമ്മൾ ഈ ഭരണാധികാരികളെ ഏതെല്ലാം തരത്തിൽ കളവുകൾ, ഓരോ നിമിഷവും കളവുകളാണ്. അപ്പൊ ഈ ഹമാസുകാർ ഇസ്രായേലിനെ ആക്രമിച്ചല്ലോ ഒക്ടോബർ 7, അതാണല്ലോ തുടക്കം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെല്ലാമാണ്, പിന്നെ 40 കുട്ടികളെ കഴുത്തെറുത്തു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വലിയ ഇതുണ്ടാക്കി. കളവായിരുന്നു. അത് ലോക മീഡിയകൾ തന്നെ പറഞ്ഞു അത് കളവാണ്. അപ്പൊ പറയുകയാണ് പലരും.
അപ്പൊ ഇങ്ങനെ ഒക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി നിലനിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും ഈ പാശ്ചാത്യരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും. കണ്ടില്ലേ ഈ അറബികളെ എത്ര നിസ്സാരമായിട്ടാണ് അവരുടെ പണം അടിച്ചുകൊണ്ടും പോണത്. ഇങ്ങോട്ട് വന്നിട്ട് വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് വലിയ കരാറുകൾ, അയാൾ പോലും സ്വപ്നം കാണാത്ത വിധത്തിലുള്ള കോടി, മില്യൺ, ട്രില്യൺ കണക്കിന് രൂപയുടെ ആയുധ കച്ചവടവും മറ്റു കച്ചവടവും എല്ലാം നടത്തി അങ്ങ് ചിരിച്ച് രസിച്ച് പോവുകയാണ്. ഈ പാവങ്ങൾ, ഈ അറബികളെയാണ് ഇത് പറ്റിക്കുന്നത്. അങ്ങനെ പറ്റിച്ചാണ് ഈ മേഖലയിൽ ഇത്തരം വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഒടുങ്ങിപ്പോകാൻ പാടില്ല. അതെന്നെന്നും നിലനിൽക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം, ഈ ലോകത്തെ വൻശക്തികളുടെ ആഗ്രഹം. അതിൽ നമ്മൾ വീണു പോകരുത്. അത് മുസ്ലിം സമൂഹം ഈ അവരുടെ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പരസ്പരമുള്ള ഈ തരത്തിലുള്ള ഈ ഈഗോ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പരസ്പരം വിശ്വാസത്തിലെടുത്തുകൊണ്ട്, പരസ്പരം വിശ്വാസവും ഇല്ല. ഇറാൻ പറയുന്നു ഞങ്ങൾ ഇതിനു വേണ്ടിയാണ്, ഇത് അണവായുധത്തിന് വേണ്ടിയല്ല, ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ഇലക്ട്രിസിറ്റിക്കും മറ്റു കാര്യത്തിനൊക്കെ വേണ്ടിയാണ് ഇത് ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ നടത്തുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ അറബികളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കാൻ, ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ദോഷം ചെയ്യും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെ നിർത്തുന്നത്. പരസ്പരം വിശ്വാസവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാറണം. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകൾ, ആ വിഷയത്തിലൊക്കെ നമ്മൾ ആരുമായിട്ട് കൂട്ടുകൂടണം, ആരുമായിട്ട് കൂട്ടുകൂടരുതെന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ആരൊക്കെ ആയിട്ടാണ് നമ്മൾ ചങ്ങാത്തം പാലിക്കേണ്ടത്, ആരെ വിശ്വസിക്കണം, ആരാണ് നമ്മുടെ ശത്രു എന്നൊക്കെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീന വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാത്ത് വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വഇലല്ലാഹിൽ മസീർ. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. ഖുർആന്റെ കൽപ്പനയാണ്. അപ്പൊ ആലോചിക്കണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ഈ ഇത്തരത്തിൽ ഈ ശത്രുത ഒക്കെ വരാൻ കാരണം എന്താണ്? മതമാണ്. അവിടെ മതപരമായ പ്രശ്നങ്ങളാണ്. ജൂതമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം എന്നൊക്കെ പറഞ്ഞ് മതത്തിൻ്റെ പേരിലാണ്. അതിന് ഒരു രാജ്യം എന്നായി കാണുന്നെന്ന് മാത്രമാണ്. ഇതെല്ലാം ഇസ്ലാമും മുസ്ലിമും. അതാണ് പ്രശ്നത്തിൻ്റെ കാരണം. പ്രശ്നത്തിൻ്റെ കാരണവും ഇങ്ങനെ ഈ ഉള്ള ലോകത്ത് നടക്കുന്ന കാരണം, എല്ലാത്തിൻ്റെയും കാരണം ഇസ്ലാമും മുസ്ലിമും ആയതിൻ്റെ പേരിൽ മാത്രമാണ്. ഇസ്ലാമും മുസ്ലിമും ആയതിൻ്റെ പേരിലാണ് ഈ തരത്തിൽ പലസ്തീനികൾക്ക് അവരുടെ നാട് അവരുടെ കയ്യിൽ നിന്ന് പോകാൻ കാരണം. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അധിനിവേശം നടത്തിക്കൊണ്ട് അവരെ ഒതുക്കി ഒരു കോണിലാക്കി, ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തേക്ക് അവരെ ഒതുക്കി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ആരെയാണ് മിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞു തരികയാണ്. സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ ഒരിക്കലും മിത്രങ്ങളായി സ്വീകരിക്കരുത്.
അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന് അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല. അപ്പൊ ഇത് ഭരണാധികാരികൾ മനസ്സിലാക്കണം. ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ നഷ്ടപ്പെടാം, പക്ഷേ ഈ സുഖം ശാശ്വതമല്ലല്ലോ. ഇവിടെ ഈ അധികാരം എന്നും നിലനിൽക്കുമോ? അല്ലാഹുവല്ലേ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ എന്ന് നമ്മൾ പറയുന്നില്ലേ ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവാണ് മാലിക്കൽ മുൽക്ക്, അവനാണ് തുഅ്തിൽ മുൽക്ക്, അവനാണ് അധികാരം നൽകുന്നത്. മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർ. വതുഇസ്സു മൻ തശാ, പ്രതാപം നൽകുന്നതും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും. എടുത്തു കളയാനും അള്ളാഹുവിന് സാധിക്കും. അപ്പൊ ഇതെന്നും പിന്നെ ശാശ്വതമാണ് എന്ന് അറബികളും കരുതേണ്ടതില്ല, അറബ് രാജ്യങ്ങൾ കരുതേണ്ടതില്ല. എത്ര ഭരണാധികാരികളെയാണ് ഈ അടുത്തടുത്ത് വലിച്ചഴിച്ചൊന്നും പോയില്ലേ? വർഷങ്ങളായി അറബ് ലോകത്ത് വലിയ നേതാക്കന്മാരായി ജീവിച്ച ആളുകളെ വലിച്ചു കൊണ്ടുപോയി അറബുശാലയിൽ ടേബിളിൽ നമ്മൾ കണ്ടില്ലേ? ഗദ്ദാഫിയെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ലിബിയയിൽ ഭരണം നടത്തിയ ആളാണ്. അതേപോലെ തന്നെ പല ആളുകൾക്കും അധികാരം തെറിച്ചുപോയി. അപ്പോ ഇതൊക്കെ അള്ളാഹിനെ പേടിയുള്ള ഭരണാധികാരികളാവണം, അവർ മുജാഹിദുകളും ആവണം, ധീരന്മാരായിരിക്കണം. അവര് അള്ളാഹിനെ പേടിച്ചാൽ മതി, അങ്ങനെ വേറെ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹിനെ ഭയന്നാൽ മതി, അള്ളാഹിനെ പേടിച്ചാൽ മതി. എങ്കിൽ അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രീതിയിൽ നമ്മൾ മിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് വിശ്വാസികളെ ആയിരിക്കണം. വിശ്വാസികളെ അല്ലാതെ ആരെങ്കിലും മിത്രങ്ങളായി സ്വീകരിച്ചാൽ അവർക്ക് അള്ളാഹുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സഹായം ലഭിക്കുകയില്ല. പിന്നെയോ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം, ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാത്ത്, നിങ്ങൾ അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിലല്ലാതെ. ഇനി ഒരു ഇടപാട് നടത്തിയെങ്കിലോ ഒരു കരുതൽ വേണമെന്ന് അള്ളാഹ് പറയാണ്. എന്താണ്? കൃത്യമായിട്ടല്ലേ അള്ളാഹ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയായിരിക്കണം. എന്തെങ്കിലും ഇനി ഒരു കരാർ അവരുമായിട്ട് ചെയ്തു വെച്ചാൽ ഒരു കരുതൽ വേണം. അങ്ങും അവരെ ഇവരുമായിട്ട്, ഈ സത്യനിഷേധികളുമായിട്ടുള്ള കരാറാണ് ഈ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഒരു കരാർ അവരുമായിട്ട് ഉണ്ടായാൽ ഒരു കരുതൽ നിങ്ങൾക്കുണ്ടാവണമെന്ന് അല്ലാഹു പഠിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു വയുഹദ്ദിർകുമുല്ലാഹു നഫ്സ, അല്ലാഹു അവനെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. വയുഹദ്ദിർകുമുല്ലാഹു ഫീ നഫ്സിഹി വയുഹദ്ദിർകുമുല്ലാഹു നഫ്സഹു, അല്ലാഹു അവനെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. വഇലല്ലാഹിൽ മസീർ, ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഇലല്ലാഹിൽ മസീർ, അല്ലാഹുവിലേക്ക് അത്രേ നിങ്ങൾ തിരിച്ചു ചെല്ലുന്നത്. അപ്പൊ എല്ലാവർക്കുമുള്ള ഒരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇറാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹു ഓഫിലല്ല, അശ്രദ്ധനല്ല എന്ന് പറയും. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടതുപോലെ തീർച്ചയായും നമ്മളൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവരാണ് പലസ്തീനികളുടെ വിഷയത്തിൽ. ഈ കഴിഞ്ഞ പെരുന്നാളിൽ അറഫയിലൊക്കെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പലസ്തീൻ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചവരാണ്. നമ്മളുമൊക്കെ പ്രാർത്ഥിച്ചവരാണ്. അതിന്റെ ഒരു ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ തിരിച്ചടി ഇസ്രായേലിന് ഒരു പാഠമായി മാറേണ്ടതുണ്ട്. ഇസ്രായേലിന് മാത്രമല്ല, അവന് എല്ലാം വെള്ളവും വളവും ആളും അർത്ഥവും നൽകുന്ന അമേരിക്കക്കുമുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഇത് മാറണം. അള്ളാഹുവിന്റെ ഇടപെടൽ നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു അവസരമാണ്.
ഈ ഒരു അവസരം. കാരണം അള്ളാഹു എന്ന് പറയുന്ന വിശ്വാസികളുടെ സംരക്ഷകനാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അള്ളാഹു വിശ്വാസികളുടെ സംരക്ഷകനാണ്. അള്ളാഹു വിശ്വാസികളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ വിശ്വാസികളായിരിക്കണം, നമ്മൾ ഈമാനുള്ളവരായിരിക്കണം. ആ ഈമാൻ നല്ല ഉറപ്പുള്ള ഈമാനായിരിക്കണം. അള്ളാഹുവിനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ അവൻ പഠിപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ, ആ കൽപ്പനകളെല്ലാം അക്ഷരം പ്രതി പാലിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ എങ്കിൽ തീർച്ചയായും നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അതിജീവിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സഹായമായിരുന്നു. എത്രയോ സഹായത്തിന്റെ ഉദാഹരണങ്ങൾ അല്ലെ? അലന്തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ നമ്മൾ ഓതുന്ന വലിയൊരു ചരിത്രമാണ്. അള്ളാഹു സംരക്ഷിച്ചതാണ്. ഒരു ദുർബലരായ, ഒന്നിനും സാധ്യമല്ലാത്ത ആ പാവപ്പെട്ട ആ അറബികളെ, ആ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കഅബ ആക്രമിക്കാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പ് അബ്ദുൽ മുത്തലിബിന്റെ കുറെ ഒട്ടകങ്ങളെ പിടിച്ചോണ്ടും പോയായിരുന്നു. അപ്പൊ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, പിന്നെ കഅബയെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ ഒട്ടകത്തെ ഇങ്ങനെ തന്നേര്, ഒട്ടകം എന്റേതാണ്, കഅബ അത് പടച്ചവന്റേതാണ്, അത് അവൻ നോക്കിക്കോളൂ. അവർക്ക് ആ ഒരു ഉറച്ച വിശ്വാസ ഈമാൻ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അബാബിയിൽ പക്ഷികളെ ഇറക്കിക്കൊണ്ട് ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെയാക്കി എന്നാണ്. ആനയെയും ആനപ്പട്ടാളത്തെയും ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെയാക്കി മാറ്റി. വിശ്വാസികളായിരുന്നു അവർ. അബ്ദുൽ മുത്തലിബ് ആ തരത്തിൽ കഅബയുടെ നാഥനിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അള്ളാഹുവിന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കും ആ രീതിയിൽ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഈമാനുള്ളവരാവണം, നമ്മൾ മുസ്ലിങ്ങളായിട്ട് മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ നമുക്ക് വലിയ വിജയം നൽകി, നമുക്ക് സന്തോഷത്തോടുകൂടി ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും സന്തോഷം നൽകുന്ന കാഴ്ചകൾ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൻ അബീ മൂസ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദൻ വശബ്ബക അസാബിഅഹു. മുസ്ലിമീങ്ങൾ പരസ്പരം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരും. വിശ്വാസികൾ, ഇന്നൽ മുഅ്മിനു ലിൽ മുഅ്മിനി, വിശ്വാസികളോട് കൽ ബുനിയാൻ, ഒരു കെട്ടിടം പോലെയാണ് എന്ന്. ഒരു കെട്ടിടം പോലെ. യശുദ്ദു ബഅദുഹു ബഅദ, അതിന് പരസ്പരം ബലം നൽകുന്നു. യശുദ്ദു, ശക്തി പകരുന്നു. ബഅദുഹു ബഅദ, നമുക്കറിയാം ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് പരസ്പരം എന്ത് ചെയ്യും? ഓരോന്നിനും ബലമാണ്. ഇതുപോലെ ആയിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി വശബ്ബക അസാബിഅഹു, നബിയുടെ വിരലുകൾ ഇങ്ങനെ കോർത്ത് കാണിച്ചു എന്നാണ്. ഈ ഹദീസ് പറയുമ്പോൾ നബി ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന്. അപ്പൊ ഇതുപോലെ നമ്മൾ എന്താവണം? ഒന്നിച്ചു നിൽക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലൊക്കെ നമുക്കൊരു ശ്രദ്ധയുണ്ടാവണം. എന്നിട്ട് നമുക്കൊരു പ്രാർത്ഥനയുണ്ടാവണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, പലസ്തീനികൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ഇറാനികൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ലോകത്ത് പീഡനം അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കു വേണ്ടിയും നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു ശക്തിയാണ്, ഒരു ആയുധമാണ്.
ഇത്തഖി ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെടുന്ന, ദ്രോഹിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിച്ചോളണം. ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. അള്ളാഹുവിന്റെയും ആ പ്രാർത്ഥനയും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാശ്വതമായ ഒരു പരിഹാരമായിക്കൊണ്ട് ഈ യുദ്ധം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അഭിമാനത്തോടുകൂടി തല ഉയർത്തി നെഞ്ചുവിരിച്ച് നടക്കാനുള്ള ഒരു യുദ്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ മാറ്റിത്തരുമാറാവട്ടെ. ഈ വിജയങ്ങൾ കണ്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ വിജയിക്കുന്ന ആ ഒരു സന്ദർഭത്തെ കണ്ടുകൊണ്ട് മരിക്കാൻ, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ഫലസ്തീനികൾ ഭക്ഷണത്തിന് പോലും നിന്നിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്ന ജൂതനാണ്. ഒരു മനുഷ്യത്വവുമില്ലാത്ത ജൂതൻ ഭക്ഷണത്തിന് വിശന്നിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് അവനെ എന്ത് ചെയ്യാണ്? കൊല്ലുക, ബോംബിട്ട് കൊല്ലുക എന്ന ഒരു തരത്തിലുള്ള ഇതും കാണിക്കാത്തവർക്ക് മേലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറാന്റെ രൂപത്തിൽ, ഇപ്പോൾ മിസൈലുകളുടെ രൂപത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ആകമാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പലസ്തീനികളുടെ വിഷയത്തിന് പരിഹാരം ഇതിലൂടെ ഉണ്ടാകുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ രണ്ടു സഹോദരങ്ങളുടെ പിതാവ് ഷംസുദ്ദീൻ, നൗഷാദിൻ്റെയും സത്താറിൻ്റെയും പിതാവ് ഷംസുദ്ദീൻ സാഹിബ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ എല്ലാവിധത്തിലുള്ള കച്ചവടവും അതേപോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും എല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നഷ്ടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സഹായം ചെയ്യുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.